ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹോം റെസിപ്പീസിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ ബീഫോ മുട്ട ചിക്കനോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അരിപ്പൊടിയും വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും മാത്രമാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നൊന്ന് വീഡിയോ കണ്ട് നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ടത് 2 ഉരുളക്കിഴങ്ങാണ്. അത് ഞാൻ നല്ലപോലെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ടാണ് പുഴുങ്ങി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലപോലെ കട്ടൊന്നും ഇല്ലാതെ തന്നെ ഒടിച്ചെടുക്കാം. നമ്മൾ മിക്സിയിലൊന്നിട്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, അപ്പോൾ നല്ലതായിട്ട് ലൂസായി പോകും. ഞാനിവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വലുത് തന്നെയാണ്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി ചതച്ചതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പകുതി സവാള നല്ല ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത്യാവശ്യം വലിയ സവാളൻ്റെ പകുതി തന്നെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ചെറിയൊരു എരിവിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പച്ചമുളകും കൂടി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കായിട്ടുള്ള ജസ്റ്റ് ഒരു മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചുള്ളതൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം സാധാ മുളക് പൊടിയാണെങ്കിൽ ഇത്ര ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നല്ല എരിവായിരിക്കും. പിന്നെ 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് മല്ലിപ്പൊടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിനനുസരിച്ചുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ചിക്കൻ്റെ മസാല ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒന്നുകൂടി ഒരു ചിക്കൻ്റെ ഒക്കെ ഒരു ഫ്ലേവറായിട്ട് കിട്ടും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് സാധാ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങിൽ നല്ലപോലെ ഉപ്പുണ്ടെങ്കിൽ നിങ്ങളത് ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്കിത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ ഫോർക്ക് വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ ജസ്റ്റ് കൈ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. തീരെ കട്ടൊന്നും ഇല്ലാതെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് നല്ലൊരു ക്രിസ്പിനെസ് ഒക്കെ കിട്ടാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതാണെങ്കിലും വറുക്കാത്ത അരിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നോക്കാം, ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. നമുക്ക് ഏകദേശം ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാൻ കഴിയണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങിനനുസരിച്ചൊക്കെ ഒന്ന് വ്യത്യാസം വരും. ഇനി നമുക്ക് കൈയൊക്കെ ഒന്ന് കഴുകിയതിന് ശേഷം കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കട്ട്ലറ്റിൻ്റെ അതേ ഷേപ്പ് തന്നെ ചെയ്തെടുക്കാം. ഇനി റോളാക്കിയിട്ടോ അല്ലെങ്കിൽ റൗണ്ട് ആക്കിയിട്ടോ ഒക്കെ ചെയ്തെടുക്കാം, നമ്മൾ ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഷേപ്പിൽ എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ കുഴപ്പമില്ല. പക്ഷേ ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ബ്രെഡ് ക്രംസിൻ്റെ കോട്ടിങ് കൂടി കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അതിൽ ഡിപ്പ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുത്തതിന് ശേഷം ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും കാണാൻ, എന്നാൽ പിന്നെ കഴിക്കാൻ ഒന്നും കൂടി ഒരു ടേസ്റ്റും ഉണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ബ്രെഡ് ക്രംസ് ഞാൻ ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുള്ളതാണ്, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതേപോലെ നമുക്ക് മൊത്തം ചെയ്തെടുത്തതിന് ശേഷം ജസ്റ്റ് ഓയിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കണം, മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം ഓവർ സമയമൊന്നും ആവശ്യമില്ല, കാരണം എല്ലാം കുക്കായത് തന്നെയാണ്. അരിപ്പൊടി മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടേണ്ട സമയം മാത്രം മതി. അപ്പം ജസ്റ്റ് ഒരു ഗോൾഡൻ കളറ് ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കോരി മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമുക്ക് കട്ട്ലറ്റിനേക്കാളൊക്കെ നല്ലൊരു ക്രിസ്പിനെസ് പുറമെ ഫീൽ ചെയ്യും, എന്നാൽ ഉള്ളിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഫില്ലിങ്സ് ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതുപോലൊക്കെ ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട്.
ട്രൈ ചെയ്തതിന് ശേഷം മറക്കാതെ കമൻറ്റ് ബോക്സിൽ റിവ്യൂ അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.